ആദ്യം അഡ്വക്കേറ്റ് വി പി ശ്രീ പത്മനാഭൻ, ഈ നിയമം ഇതുവരെയും ഭരണഘടനയുടെ പരീക്ഷ പാസ്സായിട്ടില്ല. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ സംഘടനകളൊക്കെ, മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകളൊക്കെ സുപ്രീം കോടതിയിൽ ഈ നിയമത്തിനെതിരെ ഉണ്ട്. ഇപ്പോൾ ചട്ടം രൂപീകരിച്ചപ്പോൾ ആ ചട്ടം ഉടനടി സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വലിയ ഒരു നിയമ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ്. അപ്പോൾ കേസ് കോടതിയിൽ ഉള്ളപ്പോൾ 4 വർഷമായി, ഏതാണ്ട് 4 വർഷമായി. ഒരു ഇലക്ഷന് തൊട്ട് മുമ്പ് ഇതുപോലെ ചട്ടങ്ങൾ രൂപീകരിച്ച് ആകെപ്പാടെ ഇലക്ഷൻ രാഷ്ട്രീയത്തെ ആകെ തന്നെ സ്വാധീനിക്കുക എന്നൊരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ടാണോ CAA ചട്ടങ്ങൾ വന്നത്? ഞാനിപ്പോൾ അഭിപ്രായ വോട്ടെടുപ്പ് കണ്ടുകൊണ്ടിരിക്കുക CNN IBN മൊബൈലിൽ. BJP ബീഹാറിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തൂത്തുവാരുമെന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ ഈ CAA നിയമം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന മുമ്പ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പുകളാണ്. ഇന്ത്യ TVയുടെ അഭിപ്രായ വോട്ടെടുപ്പും CAA വിജ്ഞാപനം പുറത്തു വരുന്നതിന് മുന്നെയാണ് പുറത്തു വന്നത്. സാഹചര്യത്തിൽ റൂളിംഗ് പാർട്ടി ഡെസ്പറേറ്റ് ആവേണ്ട ഒരു കാര്യവുമില്ല. ആരാ പറഞ്ഞു ഞങ്ങൾ ഡെസ്പറേറ്റാന്ന്? ഹൂ ടോൾഡ് യു? സ്വയം അങ്ങോട്ട് തീരുമാനിക്കുക BJP ഡെസ്പറേറ്റാന്ന്. അഭിലാഷേ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പറയട്ടെ ഞാൻ പറയട്ടെ. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏക രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ. പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കുപ്പത്തൊട്ടിയിലേക്ക് എറിയേണ്ട സാധനമല്ലെന്നും അത് ഭരണാധികാരിയുടെ മേശപ്പുറത്ത് വെച്ചിട്ട് അത് വായിച്ചു നോക്കി അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെന്നും വിശ്വസിക്കുന്ന, അതാണ് പ്രവർത്തന പദ്ധതി എന്ന് തീരുമാനമെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞതാണ് CAA നിയമം കൊണ്ടുവരും. പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മതപരമായ പീഡനങ്ങൾ കാരണം ഓടിപ്പോകേണ്ടി വന്ന അമുസ്ലിമുകളായ 6 സമുദായത്തിൽപ്പെട്ടവർക്ക് അവർ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കും എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അത് ഞങ്ങൾ നിയമം പാസാക്കി. ആ നിയമം പാസാക്കി അതിനുശേഷം ഇവിടെ കോവിഡ് വന്നു, ഇവിടെ പല വിഷയങ്ങളും വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ ഒരു മാസം മുന്നേ അമിത്ഷാ പറഞ്ഞു കോവിഡ് തെരഞ്ഞെടുപ്പല്ല, ഈ CAA വിജ്ഞാപനം തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊണ്ടുവരും. ഒരു മാസം മുന്നേ പറഞ്ഞു. ആദ്യം പറഞ്ഞത് ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ നിയമത്തിൻ്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നൊരു സമുദായമുണ്ട് ബംഗാളിൽ, മഹുവ സമുദായം. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആട്ടിയോടിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന മഹുവ സമുദായം. 3-4 ജില്ലകളിൽ അവർ ഭൂരിപക്ഷമാണ്. ആ സമുദായത്തിൽപ്പെട്ട ശന്തനു എന്ന് പറയുന്ന BJPയുടെ MPയും കേന്ദ്രമന്ത്രിയുമാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അമിത്ഷാജി പറഞ്ഞു, ഞങ്ങൾ ഒരു മാസം മുന്നേ പറഞ്ഞു ഞങ്ങൾ ഇലക്ഷന് മുമ്പ് നടപ്പിലാക്കും. ഞങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണ്, പറയാത്ത കാര്യമല്ല. മജീഷ്യൻ തൊപ്പിനുള്ളിന്ന് മുയലിനെടുക്കും പോലെയല്ല, പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ചെയ്യുന്നത്. ശരി, അപ്പോഴേക്കൊക്കെ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ അഭിപ്രായ വോട്ടെടുപ്പുകളൊക്കെ വന്നു. ഞങ്ങൾക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റും ഉണ്ട്, ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടുന്നു, ഞങ്ങൾക്കൊരു ഇൻറ്റേർണൽ അസസ്മെൻറ്റും സംവിധാനമൊക്കെ ഉണ്ട്. അത് ഞങ്ങളുടെ ഇലക്ഷൻ കണ്ടിട്ടൊന്നല്ല. ഇറ്റ് ഈസ് അവർ പ്രോമിസ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഞങ്ങൾ കൊണ്ടുവരും. അത് കൊണ്ടുവന്നു. ഇതാ അപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിക്കും. പിന്നെ കോടതി പോയല്ലോ, 4.25 കൊല്ലമായല്ലോ. കൊമ്പ് കെട്ടിയ വക്കീലന്മാർ തലങ്ങും വിലങ്ങും വാദിക്കുന്നു. ഒരു സ്റ്റേ കിട്ടിയില്ലല്ലോ. ഒരു സ്റ്റേ ഇനിയും കിട്ടും. പോയിക്കോളൂ, കിട്ടുമെങ്കിൽ വാങ്ങിച്ചോളൂ. ഇനിയും സൗകര്യം ഉണ്ടെന്ന്. കോടതി പൂട്ടിയിട്ടൊന്നുമില്ല. ചെല്ലു, നാളെ മറ്റന്നാൾ ചെന്ന് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കോളൂ. അത്രേ പറയാനുള്ളൂ. ശരി.